എല്ലാവർക്കും നമസ്കാരം. +1 ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുകൾ നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ വീഡിയോയുടെ താഴെ എന്താ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ എല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾ ഇപ്പം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ കാണുന്ന കമൻസുകളാണ് പല ഡൗട്ടുകൾ ചോദിക്കുന്നത്. കാരണം ആ ഡൗട്ടുകൾ വരാൻ കാരണം ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കാര്യമാണ്. ആ ടോപ്പിക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് വരേണ്ട കാര്യമില്ല. അപ്പം എപ്പോഴും നിങ്ങൾ ആ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? സ്ട്രെസ് ഉണ്ട്, ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട്, ദെൻ സ്ട്രെയിൻ ഉണ്ട് അല്ലേ? അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്ട്രെയിന് അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഹുക്സ് ലോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹുക്സ് ലോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇലാസ്റ്റോമേഴ്സും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ചോദിച്ച് കാണുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ആ 2 മാർക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളയല്ലേ. ഇങ്ങനെ ഓരോ ചാപ്റ്ററിൽ നിന്നും 2-3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ ഓരോ മാർക്ക് നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ ഫുൾ മാർക്കിൽ നിന്ന് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് 2 മാർക്കാണെന്ന് വിചാരിച്ച് ആ 2 മാർക്ക് നിസ്സാരമായിട്ട് കാണല്. നിങ്ങളുടെ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള അതാണ് അവിടെ നഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ആ 2 മാർക്ക് യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനുവേണ്ടി പറയുന്ന ക്വസ്റ്റ്യൻസുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഉള്ളൂ സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ 2 മെറ്റീരിയൽസ് A and B ആർ ഗിവൺ. 2 മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ, അതുപോലെ തന്നെ വിച്ച് ഈസ് മോർ ബ്രിറ്റിൽ. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പോൾ എന്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം? സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചിരിക്കണം. അത് വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. വരയ്ക്കാനോ അതുപോലെ തന്നെ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ ഫിഗറിൽ കാണാം. പോയിൻറ്റ്സുകളൊക്കെ ABCD ആ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ആ പോയിൻറ്റുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം കേട്ടോ. സാധാരണയായിട്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിങ്ങൾ ഫിഗറിൽ നോക്കുക, അത് മനസ്സിലാക്കിയിരിക്കുക. ഓരോരോ പോയിന്റുകളുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഏതാണ് മോർ ഡക്റ്റൈൽ. അപ്പം 2 മെറ്റീരിയൽസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഡിയും ഇയും ഉണ്ട്. ഈ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രെസ് പോയിന്റ് ആണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രാക്ചർ പോയിന്റ് ആണ്. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് ഒരു മെറ്റീരിയൽ ഡക്റ്റൈൽ ആണോ ബ്രിറ്റിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആ ഗ്രാഫ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നത്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണുക കേട്ടോ. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡക്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. എന്താണ് അവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ? ഡിയും ഇയും, അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റും അതുപോലെ തന്നെ ഫ്രാക്ചർ പോയിന്റ് ഇതെങ്ങനെയായിരിക്കണം? അത് അടുത്തിരിക്കുമോ? ഇവിടെ നമുക്ക് ആദ്യത്തെ ഫിഗറിൽ അകന്നിരിക്കുന്നു, രണ്ടാമത്തെ ഫിഗറിൽ അടുത്താണ്. ഈ 2 പോയിന്റുകൾ അടുത്താണ്. അപ്പം ആ ഒരു കേസാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുള്ളൂ? അപ്പം ഈ ഡിയും ഇയും അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുള്ളൂ. ഡിയും ഇയും അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് മോർ ഡക്റ്റൈൽ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയിട്ടുള്ള ആ ഒരു പോയിന്റും അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റും അതുപോലെ തന്നെ ഫ്രാക്ചർ പോയിന്റും ഫാർ അവേ ആയിട്ടിരിക്കും. അത് ഡക്റ്റൈൽ ആയിരിക്കും. അപ്പം മനസ്സിലായല്ലോ? അപ്പം എ ആണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ആണ് ഇവിടെ ഡക്റ്റൈൽ അല്ലേ? എ ആണ് ഡക്റ്റൈൽ. അതിന് കാരണം എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റും അതുപോലെ തന്നെ ഫ്രാക്ചർ പോയിന്റും ഫാർ അവേ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ബ്രിറ്റിലിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് 2 അടുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ബ്രിറ്റിലായിരിക്കും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. ഡിയും ഇയും കണ്ടോ? അൾട്ടിമേറ്റ് പോയിന്റ് കഴിഞ്ഞ് പിന്നെ ഇ ആണ് ഫ്രാക്ചർ പോയിന്റ്. അത് അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ബ്രിറ്റിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ
ഇത് എൻ്റെ ആൻസർ ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പം ഡക്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എ ആണ്. അതിന് കാരണം എന്താണ്? ഡിയും അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റും ഇയും ഫാർ അവേ ആണ്. സോ എ ഗ്രാഫ് എ ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ എ ആണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. then ഇവിടെ നോക്കുക, സെക്ഷൻ അല്ല മെറ്റീരിയൽ ബി ഫിഗറിൽ ഇങ്ങനെ ഡിയും ഇയും അടുത്താണ് ഇരിക്കുന്നത് അല്ലേ, ക്ലോസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യം ഓർത്താൻ വെച്ചാൽ ഡിയും ഇയും ഏതാണെന്നറിയാലോ. ഡി എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്, ഇ എന്ന് വെച്ചാൽ ഫ്രാക്ചർ പോയിന്റ് ആണ്. അതെങ്ങനെയാണ്? ഫാർ അവേ അല്ലെങ്കിൽ എന്താണ്? എവേ ഫ്രം ഈച്ച് അതർ അല്ലെങ്കിൽ ഫാർ അവേ എന്ന് ചോദിച്ചു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡക്റ്റൈലാണ് കേട്ടോ. അതാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം, ഡക്റ്റൈലാണ്. then അതുപോലെ തന്നെ ഡിയും ഇയും ഉണ്ട്, അത് ക്ലോസ് ടു ഈച്ച് അതർ ആണെങ്കിൽ, ക്ലോസ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അത് ബ്രിട്ടിലായിരിക്കും. ആ ഒരു രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഓർ റബ്ബർ? ഏതാണ് മോർ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചിരുന്നു. സ്റ്റീൽ ആണോ റബ്ബർ ആണോ? വൈ എന്നും ചോദിക്കാം, എന്തുകൊണ്ടാണ് അതിൻ്റെ റീസണും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും ഏതാണ് റബ്ബർ എന്ന് എല്ലാവരും ചാടിക്കയറി പറയും ഇല്ല. ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി റബ്ബറിനേക്കാളും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഏതിനാണ്? സ്റ്റീലാണെന്ന് പഠിച്ചു ഇല്ലേ. അപ്പം തെറ്റിപ്പോയാലോട്ടെ, ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടനെ റബ്ബറിന് എഴുതും. അതല്ല ആൻസർ. ഏതാണ് മോർ ഇലാസ്റ്റിക്? ആൻസർ ഏതാണ്? മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റീലാണ് അല്ലേ. സ്റ്റീലാണ് മോർ ഇലാസ്റ്റിസിറ്റി ഉള്ള റബ്ബറിനേക്കാളും. then അതിൻ്റെ റീസൺ എന്താണ്? റീസൺ ആണ് യങ്സ് മോഡുലസ്. നമ്മൾ പഠിച്ചതാണല്ലേ യങ്സ് മോഡുലസ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഓർത്തിരിക്കാം, യങ്സ് മോഡുലസ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് വാല്യൂ റബ്ബറിൻ്റെനേക്കാളും കൂടുതലാണ്. അതാണ് റീസൺ കേട്ടോ. അതൊക്കെ ചോദിക്കാം കേട്ടോ. റീസൺ ചോദിക്കുകയാണെങ്കിൽ വൈന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? യങ്സ് മോഡുലസ് അല്ലേ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ അല്ലേ. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എങ്ങനെയാണ്? ഗ്രേറ്റർ ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ റബ്ബറിനേക്കാളും സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പോൾ അതാണ് റീസൺ. മനസ്സിലല്ലോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഓർ റബ്ബർ എന്ന് ചോദിച്ചാൽ സ്റ്റീലാണ് ആൻസർ ചെയ്തേണ്ടത്. അതിൻ്റെ റീസൺ എന്താണ്? യങ്സ് മോഡുലസ് അല്ലേ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ റബ്ബറിൻ്റെക്കാളും യങ്സ് മോഡുലസ് സ്റ്റീലിനാണ് കൂടുതൽ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഞാൻ സാധാരണ ചോദിക്കുന്നത്. ഇതൊന്നും വിട്ടുകളയല്ലോ. ഒരു മാർക്ക് അത് ഒരിക്കലും നിങ്ങൾ വിട്ടുകളയല്ലോ കേട്ടോ. അത് മനസ്സിലായല്ലോ? then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ, കമ്പ്യൂട്ട് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഓഫ് എ ഗ്ലാസ് സ്ലാബ് വെൻ സബ്ജക്റ്റ് ടു എ ഹൈഡ്രോളിക് പ്രഷർ ഓഫ് 10 atm. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? കമ്പ്യൂട്ട് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഓഫ് എ ഗ്ലാസ് സ്ലാബ്. ഒരു ഗ്ലാസ് സ്ലാബാണ്, അതിലേക്ക് ഒരു 10 atm പ്രഷർ, ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച്, വോളിയത്തിലുണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, പ്രഷർ കൊടുത്തത് തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതാം. പ്രഷർ എത്രയാണ്? 10 atm പ്രഷറാണ് കൊടുത്ത് നമ്മൾ അതിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അതായത് 10 × 1 atm പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.013 × 10⁵ പാസ്കലാണല്ലോ 1 atm എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു പ്രഷറിനെ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം, അതായത് ΔV/V ആണല്ലോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ΔV/V എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബൾക്ക് മോഡുലസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ്? ബി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. B = PV / ΔV നമ്മൾ പഠിച്ചായിരുന്നു ബൾക്ക് മോഡുലസ്. നമുക്ക് വേണ്ടതാണ് ΔV/V ആണല്ലോ വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പം ജസ്റ്റ് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വീനെ താഴേക്ക് കൊണ്ടുവന്നാലും മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ΔV = PV എന്ന് എഴുതാം, ഓർ ΔV / ഈ വീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു P/V എന്ന് എഴുതും. നമുക്ക് ഈ ΔV/V ആണല്ലോ വേണ്ടത്. അപ്പോൾ പ്രഷർ നമുക്കറിയാം B എന്ന് വെച്ചാൽ എന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. അപ്പം ബൾക്ക് മോഡുലസ് ഓഫ് ഗ്ലാസ് അത് തന്നിരിക്കും കേട്ടോ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 37 × 10⁹ Nm/m² ആണ് കേട്ടോ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്ലാസ്. അപ്പം ക്വസ്റ്റിൽ അത് തന്നിരിക്കും കേട്ടോ, നിങ്ങൾ കാണാൻ പഠിക്കൊന്നും വേണ്ട, അത് തന്നിരിക്കും. അപ്പം ബൾക്ക് മോഡുലസ് ഓഫ് ഗ്ലാസ് ലാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 37 × 10⁹ Nm/m² ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ഇതാണല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. therefore that is equal to പ്രഷറിൻ്റെ വാല്യൂ അറിയാം, 10 × 1.013 × 10⁵ ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ് എത്രയാണ്? 37 × 10⁹. ഇനി നമുക്കിതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? ΔV/V, അതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ
വോളിയമാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ ഡിവൈഡ് ബൈ 37 ഇൻറ്റു 10⁹. അപ്പോൾ കിട്ടുന്നത് 0.2737 കേട്ടോ. 0.2737 ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടും കേട്ടോ. ഇതാണ് വാല്യൂ കേട്ടോ. അപ്പം ഫ്രാക്ഷണൽ വോളിയത്തിലുണ്ടായ ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.2737 ഇൻറ്റു 10⁻⁻4. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസും കൂടെ ചോദിക്കാം കേട്ടോ. വേണമെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം, എന്തുമാത്രം പെർസെൻറ്റേജ് അവിടെ ഇൻക്രീസ് ഉണ്ടായെന്ന് ചോദിക്കുകയാണെന്ന് എന്ത് ചെയ്യണം? 0.2737 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കിട്ടും ഇല്ല. അപ്പം ആൻസർ എത്ര വരും? 0.2737 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10⁻⁻4 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇത്രയും വരുമല്ലോ. അപ്പം രണ്ടിത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എത്ര വരും? 0.2737 ഇൻറ്റു 10⁻⁻2 അല്ലേ. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് അവിടെ വാല്യൂ ഒന്ന്, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് 2.73 ഇൻറ്റു 10⁻⁻3 പെർസെൻറ്റേജ്. ഇനി ഏതായാലും കുഴപ്പമില്ല അവിടെ 2.73 ഇൻറ്റു 10⁻⁻3 പെർസെൻറ്റേജ് അവിടെ ഇൻക്രീസ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെയും ചോദിക്കാം. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വോളിയം എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഗിവൺ. ഗ്രാഫ് വന്നിട്ടുണ്ട്, 2 മെറ്റീരിയൽ എയും ബിയും, അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വന്നിട്ടുണ്ട്. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, അതുപോലെ വിച്ച് ഈസ് സ്ട്രോങ്ങർ. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് അവിടെ തന്നിരിക്കുന്നത്. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ന് അറിയാം ഇല്ലേ. അപ്പം ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? യങ്സ് മോഡുലസ് തന്നെയാണ്. ഇവിടെ നോക്കുക, ഏത് മെറ്റീരിയലിനാണ് അവിടെ സ്ലോപ്പ് കൂടുതൽ? നമുക്കറിയാം സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? y ബൈ എക്സ് ആക്സിസ് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വൈയിൽ സ്ട്രെസ് ആണ്, എക്സ് ആക്സിസ് സ്ട്രെയിനും ആണല്ലോ. അപ്പോൾ അവിടെ കിട്ടുന്നത് യങ്സ് മോഡുലസ് തന്നെയാണ്. അപ്പം ആദ്യത്തെ ഫിഗറിൽ അതായത് എയ്ക്കാണ് അവിടെ സ്ലോപ്പ് കൂടുതൽ. കാണുമ്പോഴേ അറിയാം എയ്ക്കാണ് സ്ലോപ്പ് കൂടുതൽ, ബീനേക്കാളും എയ്ക്കാണ് അവിടെ സ്ലോപ്പ് കൂടുതൽ. അതുകൊണ്ട് തന്നെ യങ്സ് മോഡുലസും ഏതിനായിരിക്കും കൂടുതൽ? എയ്ക്കാണ്. അപ്പം യങ്സ് മോഡുലസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? മോർ ഇലാസ്റ്റിക് ആയിരിക്കും. നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. മനസ്സിലായല്ലോ? പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഏതാണ് സ്ട്രോങ്ങർ എന്ന് ചോദിച്ചിട്ടുണ്ട്. യങ്സ് മോഡുലസ് കൂടുതലാവുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ സ്ട്രോങ്ങർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ആൻസർ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ആൻസർ? ദ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗീവ്സ് ദ യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ. സോ സ്ലോപ്പ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. സോ എ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. സോ എ ഈസ് മോർ ഇലാസ്റ്റിക്. അതുപോലെ തന്നെ ബിയുടെ ആൻസർ എന്ത് പറയാം? സിൻസ് യങ്സ് മോഡുലസ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ. Then fifth question നോക്കാം. A steel wire of length 1.5 meter and diameter 0.25 centimeter is loaded with a force of 98 Newton. The increase in length of the wire is 1.5 into 10⁻⁻4 meter. Calculate the tensile stress and the fractional change in length of the wire. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഒരു വയറാണ്, ഒരു സ്റ്റീൽ വയറാണ്. അതിൻ്റെ ലെങ്ത് 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു ലോഡ് കൊടുത്തു. എത്രയാണ്? 98 ന്യൂട്ടൺ ഫോഴ്സ് ഉള്ള ഒരു ലോഡ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എന്തോരാണ്? 1.5 into 10⁻⁻4 മീറ്റർ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെൻസൈൽ സ്ട്രെസ് അതെത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ ലെങ്ത്, ആ വയറിലുണ്ടായ ലെങ്തിൻ്റെ ഫ്രാക്ഷണൽ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം അല്ലേ. ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി വയർ എത്രയാണ്? 1.5 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ ഡയമീറ്റർ തന്നിട്ടുണ്ടല്ലേ. ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.25 അല്ലേ. 25 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് ഓർത്തോണം. സെൻറ്റിമീറ്റർ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 0.25 into 10⁻⁻2 മീറ്റർ കേട്ടോ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻⁻2 ആണ്. അപ്പോൾ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെന്താണ് തന്നിരിക്കുന്നത്? ഫോഴ്സ് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 98 ന്യൂട്ടൺ ഫോഴ്സ് തന്നിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ ഉണ്ടായ ലെങ്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ആണല്ലോ, അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 into 10⁻⁻4 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? സ്ട്രെസ് ഇല്ലേ. സ്ട്രെസ് കണ്ടുപിടിക്കണം. അതായത് ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എല്ലും കണ്ടുപിടിക്കണം.
ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ടെൻസൈൽ സ്ട്രെസ് അല്ലേ, ടെൻസൈൽ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ, ഫോഴ്സ് വന്നിട്ടുണ്ട് ഏരിയ, ഇവിടെ ഒരു വയറാണ്, അപ്പം വയറിൻ്റെ ഏരിയ ആണല്ലോ. ഇക്വേഷൻ എന്താണ്? πr² ആണല്ലോ അല്ലേ, πr² ആണ്. റേഡിയസ് കണ്ടുപിടിക്കുക, ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഇതാണ്. അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് 0.25 × 10⁻² ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ റേഡിയസ് എത്ര വരും? 125 × 10⁻² മീറ്റർ. നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് കിട്ടി. നമുക്ക് ഈ ഇക്വേഷനാണ്, അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ടെൻസൈൽ സ്ട്രെസ് അല്ലേ, സ്ട്രെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 98 തന്നിട്ടുണ്ട്, 98 ന്യൂട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്ര ലോഡ് കൊടുത്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുമ്പം പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 0.125 × 10⁻²² ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 1.99 × 10⁻⁷ Nm/m² ആണ് കേട്ടോ. ടെൻസൈൽ സ്ട്രെസ് അത് ഡിവൈഡ് ചെയ്യുക, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.99 × 10⁻⁷ Nm/m². ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഇല്ലേ, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, അതായത് ΔL ഡിവൈഡ് ബൈ L അല്ലേ. ΔLൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 × 10⁻⁴ ആണ്. 1.5 × 10⁻⁴ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് 1.5 ആണ്. ഇത് നിങ്ങളുടെ ക്യാൻസൽ ചെയ്യാം, പിന്നെ മിച്ചം എത്ര വരും? 10⁻⁴. അപ്പം ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ΔL ഡിവൈഡ് ബൈ L ഈസ് ഈക്വൽ ടു 10⁻⁴ എന്നും കിട്ടി. ക്ലിയർ ആയല്ലോ. അപ്പം ഫ്രാക്ഷണൽ ചേഞ്ച് ലെങ്തിൽ വരാം, വോളിയത്തിൽ വരാം. നമ്മൾ മുമ്പ് ഒരെണ്ണം കണ്ടായിരുന്നു വോളിയത്തിൽ കേട്ടോ. അപ്പം ഈ രീതിയിൽ ചെയ്യുക. ഈ യൂണിറ്റും പവറൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, കൺവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ക്ലിയർ ആയല്ലോ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുള്ളൂ. പ്രധാനമായിട്ട് ഹുക്സ് ലോ കേട്ടോ, ഹുക്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹുക്സ് ലോ, സ്റ്റേറ്റ് ഹുക്സ് ലോ എന്ന് ചോദിക്കാം. അത് കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ. വിത്തിൻ ദ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അതാണ് ഹുക്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ പഠിച്ചോണം. പിന്നെ ഇതുപോലെയുള്ള പ്രോബ്ലംസ്, സ്ട്രെസ് സ്ട്രെയിൻ കർവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഇപ്പം നമ്മൾ ചെയ്തതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. പിന്നെ ഇലാസ്റ്റോമേഴ്സും ഉണ്ട്, ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം അയോട്ടയുടെ ഒക്കെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ ഇലാസ്റ്റോമേഴ്സിൻ്റെ കേസിലോട്ടോ വരയ്ക്കാൻ അത് ചിലപ്പോൾ ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അതിലേക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ സീരീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം കുട്ടികളൊന്നും ഇത് കാണുന്നില്ല. നിങ്ങൾ കാണുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവണം. പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം, നല്ലതുപോലെ പഠിക്കണം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോസ് കാണുക, പഠിക്കുക. അപ്പം ഇനിയും നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ ഉണ്ട്, അതും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അധികം കുട്ടികളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ഞാൻ പറയുകയാണ്, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടല്ലേ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക് യു.